Now coming to human insulin. Human insulin, they are produced by recombinant DNA technology using E. coli. It is available in different forms as regular insulin, NPH insulin, lente and ultra lente preparations, but they are also highly expensive. The human insulin ആയതുകൊണ്ട് it is less immunogenic, allergies വളരെ കുറവ് ചാൻസേ ഉള്ളൂ. It is rapidly absorbed. Dose required is 10% lesser than the other types of insulin. Indications of human insulin are if there are allergy to conventional preparations, insulin resistance, lipodystrophy or pregnancy. ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ ഹൈലി പ്യൂരിഫൈഡ് ഇൻസുലിൻ ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇനി ഇത് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഇതൊക്കെയാണ്. കൺവെൻഷണൽ പ്രിപ്പറേഷൻസിനോട് അലർജി ഉണ്ട് എങ്കിൽ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, കുറേ നാൾ ഇൻസുലിൻ എടുത്തു കഴിയുമ്പോൾ ഇൻസുലിനോട് ബോഡി സെൽസ് റെസ്പോണ്ട് ചെയ്യാറാവും. അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ലിപ്പോഡിസ്ട്രോഫി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് ദ ലേഡി ഈസ് പ്രഗ്നൻറ്റ്. Coming to insulin analogues, നമ്മൾ പല analogues പറഞ്ഞിരുന്നു, which is lispro, aspart, glucosine, glargine, etc. So insulin analogues, they are absorbed 3 times faster than human insulin. They can be given 10 minutes before food. അല്ലെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ 30 minutes before food ഒക്കെയാണ് കൊടുക്കുന്നത്. ഇവിടെ 10 minutes before foodൽ കൊടുത്താൽ മതിയാവും. And there are lesser chances of hypoglycemia. ഇൻസുലിൻ എടുക്കുമ്പോൾ hypoglycemia ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. Here there is lesser chances of hypoglycemia. However, blood glucose control is better with regular insulin than insulin analogues. They are obtained by slightly altering the insulin structure. So synthetic ആയിട്ട് ഇൻസുലിൻ്റെ സ്ട്രക്ചറിനെ ഒന്ന് ഓൾട്ടർ ചെയ്താണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. Examples include insulin lispro, aspart and glucosine, which are rapid and short acting, while insulin detimer and glargine, they are longer acting, which act for about 24 hours. ഇനി ഇൻസുലിൻ എങ്ങനെയാണ് ഡെലിവറി ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ഡെലിവറി ഡിവൈസസ് ഇൻക്ലൂഡ് പോർട്ടബിൾ പെൻ ഇൻജക്ടേഴ്സ്, ഇൻസുലിൻ പെൻസ് ഉണ്ട്. ഇൻസുലിൻ പമ്പ്സ്, നമ്മളുടെ ഇൻഫ്യൂഷൻ പമ്പൊക്കെ പോലെ ഒരു ചെറിയ പമ്പ് വിച്ച് ഡെലിവേഴ്സ് ദ ഇൻസുലിൻ ഇൻ എ കോൺസ്റ്റൻറ്റ് മാനർ. സബ്ക്യൂട്ടേനിയസ് പെല്ലറ്റ് ഇംപ്ലാൻസ് ആയിട്ട് ഇത് സബ്ക്യൂട്ടേനിയസ്ലി ഇൻസ്റ്റാൾ ചെയ്യാം. നേസൽ സ്പ്രേസ് ആയിട്ട് അവൈലബിൾ ഉണ്ട്. അതുപോലെ തന്നെ ഓറൽ ആൻഡ് റെക്ടൽ സ്പ്രേസ് ആയിട്ട് ഇത് അവൈലബിൾ ആണ്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഇൻസുലിൻ ഡെലിവറി ഡിവൈസസ്. കമ്മിങ് ടു ദ യൂസസ് ഓഫ് ഇൻസുലിൻ. യൂസസ് ഓഫ് ഇൻസുലിൻ ടെക്സ്റ്റ് ബുക്കിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടില്ല, ഇതൊന്ന് എഴുതിയെടുക്കുക. ഇൻ ഡയബറ്റിക് മെലിറ്റസ്, type 1 patients require about 0.4 to 0.8 unit per kg per day, while type 2 diabetic patients require 0.2 to 1.6 international unit per kg per day according to the severity of the disease and the body weight. So that is about the treatment of diabetes mellitus. The other uses include in diabetic ketoacidosis. So പെട്ടെന്ന് ഡയബറ്റിക് കണ്ടീഷൻ ഒന്ന് എക്സസർബേറ്റ് ആവുകയാണ്, ബ്ലഡ് ഗ്ലൂക്കോസ് ഭയങ്കരമായിട്ട് കൂടുകയാണ്. ദിസ് ഇസ് നോൺ ആസ് ഡയബറ്റിക് ketoacidosis. Here we give regular insulin 0.1 to 0.2 unit per kg as a bolus, and it is followed by 0.1 unit per kg per hour as infusion. The rate is doubled if the fall in glucose doesn't happen within 2 hours. After a GRBS of 300 mg per dl, insulin is maintained at 2 to 3 unit per hour till the patient revives. ഇതാണ് ഇൻസുലിൻ നമ്മൾ ഡയബറ്റിക് കീറ്റോഅസിഡോസിസിൽ കൊടുക്കുന്നത്. ആദ്യമേ നമ്മൾ 0.1 to 0.2 യൂണിറ്റ് പെർ കെ ജി ബോളസ് ആയിട്ട് കൊടുക്കും. അതിനുശേഷം 0.1 യൂണിറ്റ് പെർ കെ ജി പെർ അവർ ആയിട്ട് മെയിൻ്റനൻസ് ഡോസ് കൊടുക്കും. ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കുറയണില്ല, RBS കുറയണില്ല എങ്കിൽ then you have to double the dose of the insulin. ഗ്ലൂക്കോസിൻ്റെ ലെവൽ 300 mg per dl-നേക്കാളും താഴെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ഇൻസുലിൻ്റെ റേറ്റ് കുറച്ച് 2 to 3 യൂണിറ്റ് പെർ അവർ ആക്കി നിലനിർത്തും, ബിക്കോസ് ഇൻ ഓർഡർ ടു അവോയ്ഡ് റാപ്പിഡ് റിഡക്ഷൻ ഇൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ.
ഇത്രയും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ബാക്കി IV ഫ്ലൂയിഡ്സ് കൊടുക്കാം, KCL കൊടുക്കാം, ഫോസ്ഫേറ്റ്, ആൻറ്റിബയോട്ടിക്സ്, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഡയബറ്റിക് കീറ്റോആസിഡോസിസിൽ നമ്മൾ കൊടുക്കാം. The other uses of insulin include burns. So burns നമ്മൾ ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യും പേഷ്യൻസിന്. This is insulin with glucose to reduce nitrogen and potassium losses. സോ ഈ ഒരു പേഷ്യൻസിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ കാരണം നൈട്രജൻ ആൻഡ് പൊട്ടാഷ്യം ലോസസ് ഉണ്ടാവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇൻസുലിൻ കൊടുക്കും along with glucose in order to prevent nitrogen and potassium loss. The next is hyperkalemia. പൊട്ടാഷ്യത്തിൻ്റെ ലെവൽ ഒരു ഡേഞ്ചർ സോണിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൈ ആയിട്ടുണ്ടെങ്കിൽ in order to bring down potassium level, again insulin is given along with glucose in order to promote the entry of potassium to the cells, thereby reducing plasma potassium levels. So ബ്ലഡിൽ നിന്നും പെരിഫറൽ ടിഷ്യൂസിലേക്ക് പൊട്ടാഷ്യത്തിൻ്റെ അപ്ടേക്ക് കൂട്ടി ബ്ലഡ് പൊട്ടാഷ്യം ലെവൽ കുറയ്ക്കുകയാണ് ഈ ഒരു ഇൻസുലിൻ ചെയ്യുന്നത് ഇൻ കേസ് ഓഫ് ഹൈപ്പർ കലീമിയ. ദ നെക്സ്റ്റ് ഇസ് ഇൻ കേസ് ഓഫ് anorexia nervosa. Anorexia nervosa is a psychological condition in which the patient doesn't eat well. അപ്പോൾ അവരിലെ appetite ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇൻസുലിൻ may be given as a treatment modality. So these are the uses in diabetes mellitus type 1, type 2 വേർതിരിച്ചെഴുതുക. In case of diabetic ketoacidosis, burns, hyperkalemia and anorexia nervosa. About the side effects of insulin, ഒരു സൈഡ് ഇഫക്റ്റ് ആർക്കും കണ്ണടച്ച് പറയാം അല്ലേ, ഇൻസുലിൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഓറൽ സ്വീറ്റ്സ് ഒക്കെ കയ്യിൽ കരുതണം in order to have it during hypoglycemic attacks. IV glucose reverse the symptoms quickly. പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആവുകയാണെങ്കിൽ മിഠായി ഒന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ, അപ്പോൾ IV ഗ്ലൂക്കോസ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ വെരി ക്രിട്ടിക്കൽ ആണ് എങ്കിൽ ഗ്ലൂക്കഗൺ 0.5 to 1 mg IV is given or adrenaline 0.2 mg subcutaneous is given. So this is how you control hypoglycemia. So ഇത് പേഷ്യൻ്റ് എഡ്യൂക്കേഷനിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ഇൻസുലിൻ എടുക്കുമ്പോൾ ഹൈപ്പോഗ്ലൈസീമിയയ്ക്ക് ചാൻസസ് ഉണ്ട്. ഇത് തിരിച്ചറിയാനായിട്ട് സ്വെറ്റിംഗ്, പാൽപിറ്റേഷൻ, ട്രമേഴ്സ്, ബ്ലർഡ് വിഷൻ, വീക്ക്നെസ്, ഹങ്കർ, കൺഫ്യൂഷൻ ഇതുപോലത്തെ സിംറ്റംസ് ഒക്കെയാണ് ഉണ്ടാവുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സ്വീറ്റ്സ് എടുക്കുക, സ്വീറ്റ്സ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഇഫ് ദ പേഷ്യൻ്റ് ഇസ് അൺകോൺഷ്യസ് IV ഗ്ലൂക്കോസ് കൊടുക്കേണ്ടതായിട്ട് വരും, ഓർ ഗ്ലൂക്കോഗൻ 0.5 to 1 mg ഓർ അഡ്രിനാലിൻ 0.2 mg സബ്ക്യൂട്ടേനിയസ്ലി കൊടുക്കേണ്ടതായിട്ട് വരും. There can be other reactions like local reactions like swelling, erythema, stinging sensation, etc. ആൻഡ് ഇത് ലിപ്പോഡിസ്ട്രോഫി ഉണ്ടാവുമ്പോഴാണ് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ ലിപ്പോഡിസ്ട്രോഫി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയും ഭയങ്കര കൂടുതലാണ്. സോ പ്ലീസ് also educate the patients to rotate the sites in order to avoid lipodystrophy. There can be allergic reactions which can be manifested by urticaria, angioedema and anaphylaxis very rarely. ഇത് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവാറില്ല. And there can be also edema. So these are the different adverse effects of insulin. ഇൻസുലിൻ്റെ നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ് ചോദിക്കുകയാണെങ്കിൽ ഇൻസുലിൻ എപ്പോഴും റെഗുലർ ടൈമിൽ എടുക്കണം. മോണിറ്റർ ദ RBS ലെവൽ ഇൻ ബിറ്റ്വീൻ. You have to make the food ready before you are injecting insulin. 30 minutes before എടുക്കണം. ഇനിയിപ്പോൾ അനലോഗ്സ് ഒക്കെ ആണെങ്കിൽ 10 minutes before ഫുഡ് എടുക്കണം. ഇവിടെ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് ഹൈപ്പോഗ്ലൈസീമിക് മെഷേഴ്സ് ഒക്കെ എടുക്കണം. എപ്പോഴും സ്വീറ്റ്സ് കയ്യിൽ കാണണം, മെഡിക്കൽ കാർഡ് കയ്യിൽ കരുതണം. പിന്നെ പേഷ്യൻസിന് സൈറ്റ് ഓഫ് ഇഞ്ചക്ഷൻ പ്രോപ്പറായിട്ട് കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് എന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ സൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഇഫ് ദർ ആർ എനി സിംറ്റംസ് ലൈക്ക് urticaria, angioedema, etc. അത് സീരിയസ് ആണ്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ വരണം എന്ന് പറഞ്ഞു കൊടുക്കുക. റുട്ടീനായിട്ട് LFT, RFT, അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, RBS ആൻഡ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. സോ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുക.
പിന്നെ ഗ്ലൈസെമിക് കൺട്രോൾ, ഫുഡ് കൺട്രോൾ കീപ്പ് ചെയ്യാനും പറഞ്ഞു കൊടുക്കുക, എക്സസൈസ് പ്രോട്ടോക്കോളും പറഞ്ഞു കൊടുക്കുക. സോ ദിസ് ഇസ് ഹൗ യു റൈറ്റ് നഴ്സിംഗ് ഇംപ്ലിക്കേഷൻസ്.